നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോകുമ്പോൾ ഉള്ളൊരു പാർക്കാട്ടോ ഇത്. നമ്മൾ വന്നപ്പോൾ രാത്രിയായി. അത് പിന്നെ അങ്ങനെയാണ് എപ്പോഴും. നമ്മൾ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിക്കും. ഒരുങ്ങിക്കെട്ടി എല്ലാവരെയും ഒരുക്കി കെട്ടി പുറത്തിറങ്ങുമ്പോഴേക്കും രാത്രിയാവും. അവിടെ പണിത് വെച്ചേക്കുന്ന ഒരു സാധനങ്ങളാട്ടോ ഇതൊക്കെ. ഡൈനോയും ഈ ആൾക്കാരും ഒക്കെ. പ്രാചീന മനുഷ്യർ. ഫസ്റ്റ് നമ്മൾ ഇതിലാട്ടോ കയറിയത്. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ ഇങ്ങനെ വട്ടത്തിൽ ബലൂൺ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങും. ഏതൻ ഒറ്റയ്ക്ക് ഇതിനകത്ത് കയറാൻ പേടിയായിരുന്നു. അപ്പോൾ ഇതിനകത്തൊരു കൊച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഹായ് ഒരു കൂട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് ചാടി കയറിയതാണ്. പക്ഷേ കൊച്ച് പറ്റിച്ചിറങ്ങിപ്പോയി. ഒരാളെ ഒരു ടൈം കയറ്റുള്ളൂ എന്ന് തോന്നുന്നു ഇതിനകത്ത്. പിന്നെ നമ്മൾ കാറിൽ കയറി. ഇതെല്ലാം പെയ്ഡാട്ടോ. കാശ് കൊടുത്തിട്ടേ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. ആ വഴിയെ പോണ ആർക്കൊക്കെയോ ടാറ്റയൊക്കെ കൊടുക്കുവാണ്. പിന്നെ ഈ സംഭവം. ഇത് ഏതൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ പറയും നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം ഇതിൻ്റെ കയറാമെന്ന്. പക്ഷേ ഞങ്ങൾ കയറ്റാറില്ല. കാരണം ആദ്യമായിട്ടാണ് ഇത് വലിയ പിള്ളേരൊന്നും ഇല്ലാതെ കാണുന്നത്. സാധാരണ ഇതിൻ്റെ അകത്ത് ഒരു കുന്ന് പിള്ളേർ കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് ഈ കുഞ്ഞു കുട്ടികളെയൊന്നും ഇതിൻ്റെ അകത്ത് കയറ്റാൻ പറ്റില്ല. കയറ്റിയാൽ അവരിങ്ങനെ ചാടുമ്പോൾ ഇവർക്ക് നിൽക്കാൻ പറ്റില്ല. ഇവരും വീണു പോകും. പിന്നെ ഈ ബോൾ ഇങ്ങനെ കിടക്കണ കൊണ്ട് അവരുടെ കൈ എവിടെയാണ് കാലെവിടെയാണെന്നൊന്നും കാണില്ല. ചിലപ്പോൾ ചവിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടൈം കയറുന്ന ഒരു ആക്രാന്താണ് നമ്മളീ കാണുന്നത്. ചാടി മറിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇത് കുറച്ച് നേരമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ. അത് കഴിയുമ്പോൾ പിന്നെ പിള്ളേർ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ട്രെയിൻ ഓടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാമെന്ന്. പക്ഷേ ആ കൊച്ചിന് ഇതിൽ കയറാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് ബഹളം വെച്ച് വേറെ എങ്ങോട്ടോ ഓടുമായിരുന്നു. അത് കാരണം പിന്നെ നമ്മളിതിൽ കയറിയില്ല. ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇത് ഡക്കിൻ്റെ ബോട്ട് പോലത്തെ സംഭവം. ഇത് നമ്മൾ തന്നെ കൈ കൊണ്ട് കയറിയിരുന്ന് തിരിക്കണം. ഏതൻ കുഞ്ഞായതുകൊണ്ട് ഏതനെ കയറ്റിയില്ല. അപ്പോൾ ആ ഡക്കിനെ പിടിച്ച് പുറത്തോട്ട് വലിക്കണുണ്ടായിരുന്നു. എനിക്ക് അങ്ങോട്ടോ വരാൻ പറ്റൂല, നീ ഇങ്ങോട്ടെങ്കിലും വാ എന്ന് പറഞ്ഞുകൊണ്ട്.